എല്ലാവരുടെയും ഒരു സംശയമാണ് ഏറ്റവും ഉറപ്പുള്ള ചെയിൻ ഏതാന്ന്. അപ്പോൾ ഇപ്പം നിലവിലുള്ള ഏറ്റവും ഉറപ്പുള്ളൊരു ചെയിൻ ഞാൻ കാണിച്ചു തരാം. ഈ ചെയിനാണ് ഫിംഗർ ചെയിൻ. ഇത് 2 പവൻ്റെ ഒരു ചെയിനാണ്. ഇത് കാണാൻ വലിയ കാഴ്ചയൊന്നും ഉണ്ടാവില്ലേ, പക്ഷേ ഇതിൻ്റെ ഉറപ്പുണ്ടല്ല അസാധ്യമാണ്. പിടിച്ച് വലിച്ചാലും പൊട്ടൂല കേട്ടാ. അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഇത്. ഡേഞ്ചർ എന്ന് പറഞ്ഞത് വേറൊന്നുമല്ലേ, ഇത് അഥവാ കഴുത്തിലിട്ടേടിയും കൊളത്തി പോയിട്ടുണ്ടെങ്കിൽ ആൾ തട്ടിപ്പോകാൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഉറപ്പുള്ള ഒരു ചെയിനാണിത്. സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഈ കുട്ടികൾ കടിച്ചാലും എന്തായാലും ഉണ്ടല്ലോ, ഇതിന് അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവില്ല എന്നുള്ളതാണ് ഈ ചെയിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ കാഴ്ചയുള്ള ചെയിനായ സച്ചിന് സേവാകലുണ്ടല്ലോ, നല്ല കാഴ്ചയുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ പൊള്ളിയാണ്. കുട്ടികൾ കടിച്ചു കഴിഞ്ഞാൽ അത് ഒതുങ്ങിപ്പോവും. നേരെ വെച്ച് ഇത് കട്ടിയാണ്, കട്ടി കമ്പി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് കടിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഡാമേജ് ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ഇതുപോലെ തന്നെ ഉറപ്പുള്ള ചെയിനാണ് സിലോ ചെയിൻ, സുന്ദരി ചെയിൻ. പക്ഷേ അത് കുറച്ചുകൂടി കാഴ്ചയുണ്ടാവും, കാരണം ഉള്ളിൽ പൊള്ള പോലെ ആയിട്ട് ഉണ്ടാവുക. ഇതാകുമ്പോൾ കാഴ്ച കുറച്ച് കുറവാണ്, പക്ഷേ ഉറപ്പനക്ക് വെച്ച് നോക്കുമ്പോൾ ഇതന്നെയാണ് അതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഉറപ്പുണ്ടാവും. അപ്പം നമ്മൾ ഫിംഗർ ചെയിന് പൊട്ടിക്കാൻ നോക്കി സ്റ്റാഫൊക്കെ പരാജയപ്പെട്ട അവസാനത്തൂഴം എൻ്റെതാണ് കേട്ടോ. ഞാനും ശക്തമായി ശ്രമിച്ച്, പക്ഷേ നടക്കുന്നില്ല കേട്ടോ. ഇത് നോക്കി ഇങ്ങനെ വെലിഞ്ഞു പോകുന്നല്ലാണ്ട് പൊട്ടുന്നില്ല സാധനം. അവസാനം ഞാൻ ഇങ്ങനെ ഒരു സൂത്രപ്പടി ഒപ്പിച്ച് വേറൊന്നുമല്ല, തുണി കൂട്ടിപ്പിടിച്ച് എന്നിട്ട് വലിച്ചിട്ട് അത് പൊട്ടിയ. ശരിക്കും ഇത് ഇങ്ങനെ വലിച്ചാലും പൊട്ടുമൊന്നുമില്ല കേട്ടോ. ഇത് എല്ലാവരും കൂടി വലിച്ച് വലിച്ച് ഇത് പൊട്ടാനായിന്, എന്നിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇത് പൊട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചെയിൻ ഉപയോഗിക്കുന്നത് ഡേഞ്ചറാണ്. പിന്നെ ഇതിൻ്റെ അപകടം കുറയ്ക്കുന്നത് വേറൊന്നല്ല, ഇതിൻ്റെ കൊക്കയാണ്. അഥവാ എവിടെയെങ്കിലും കുളത്തി വെലിഞ്ഞു വീഴണമെങ്കിൽ ഇതിൻ്റെ കൊക്ക നിവർന്നിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഈ ചെയിൻ വാങ്ങുമ്പോഴല്ല, കൊക്ക അധികം കട്ടിയുള്ളത് വാങ്ങാൻ പാടില്ല കേട്ടോ. പിന്നെ ഈ ചെയിൻ ഊരൂല, കഴുത്തിൽ തന്നെ കുടുങ്ങി ആൾ കാലിയായി പോവും.